الحمد لله الحمد لله الواحد القهار المؤمن الجبار المغيمن الغفار قابل الذنب وقابل التوب له الكتاب إليه إياب وعليه الحساب نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. ഇസ്ലാമിക പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഖുതുബയുടെ പ്രാരംഭത്തിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടുപോകേണ്ട ഒന്നല്ല തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. തുടർന്ന് ഉള്ള നമ്മുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെയെങ്കിലും തിന്മയ്ക്ക് പകരം നന്മയിലേക്ക് പരിവർത്തിപ്പിക്കാൻ ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്തിന് സാധിക്കേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ആദി മനുഷ്യൻ മുതൽ ഏകദൈവ വിശ്വാസികളായിരുന്നു. ആദം നബിയെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത്, ഖുർആൻ പറയുന്നത്, വമാ യഅതിയന്നകും മിന്നീ ഹുദൻ വമൻ തബിഅ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ്. നമ്മിൽ നിന്ന് മാർഗനിർദ്ദേശം വരും, അത് പിന്തുടർന്നാൽ നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം നബിയെ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് അള്ളാഹു അയക്കുന്നത്. അദ്ദേഹം മക്കളോട് ഇസ്ലാം ഉപദേശിച്ചു. കാലം കുറെ മുന്നോട്ട് പോയി. ഒരു മകനായ ഹാബീലിനെ മറ്റൊരു മകനായ ഹാബീൽ വധിച്ചു. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. അപ്പോൾ അവരെ തിരുത്താൻ, ആദം നബിയുടെ കാലം കഴിഞ്ഞ ആ സമുദായത്തെ തിരുത്താൻ മറ്റൊരു പ്രവാചകൻ നേരം വന്നില്ല. ഖുർആൻ പറയുന്നത് ഖുറാബൻ എന്നാണ്. ഒരു കാക്കയെ അള്ളാഹു അയച്ചു. എങ്ങനെ മറവ് ചെയ്യണം, മൃതദേഹം മറവ് ചെയ്യണമെന്നറിയാൻ വേണ്ടി ഒരു കാക്കയെയാണ് അള്ളാഹു അയച്ചത്. കാലം പിന്നെയും മുന്നോട്ട് പോയി. കുറെ ആളുകൾ, നല്ല മനുഷ്യർ മരിച്ചുപോയി. ഭൂമിയിൽ തിന്മകൾ പെരുകി. അപ്പോൾ ചില നല്ല ആളുകൾ ആലോചിച്ചു, എങ്ങനെയാണ് ഈ തിന്മകളിൽ നിന്ന് മനുഷ്യന് നന്മയിലേക്ക് നടക്കേണ്ടത്. കുറെ നല്ല ആളുകൾ ഇവരെയൊക്കെ നല്ലത് ഉപദേശിച്ചിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. അവരുടെ ഓർമ്മ നിലനിർത്തിയാൽ ഇവരെ നന്മയിലേക്ക് നയിക്കാനാവും. ആദ്യം പ്രതിമകൾ ഉണ്ടാക്കിയത് മനുഷ്യന് ഓർമ്മകൾ നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ കോഴിക്കോട് അങ്ങാടിയിലൊക്കെ പോയാൽ കാണാം ചില പ്രതിമകൾ.
എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും സഞ്ചാരത്തെക്കുറിച്ചിട്ടും കാലത്തെക്കുറിച്ചിട്ടും ഒക്കെ രചനകളെക്കുറിച്ചുമൊക്കെ നമുക്ക് പഠിക്കാനാണ്. അങ്ങനെ നമുക്ക് പ്രചോദനമാവാനാണ്. അങ്ങനെ മരിച്ചുപോയ മനുഷ്യന്മാർ നന്മയിലേക്ക് നയിക്കണം എന്ന് വിചാരിച്ച് കുറേ കാലം പിന്നെയും കഴിഞ്ഞു പോയി. ആളുകൾ ആലോചിച്ച് ഒരുപാട് പേർ മരിച്ചു പോയിട്ടുണ്ടല്ലോ, ചില ആളുകളുടെ പ്രതിമകൾ മാത്രം എന്തിനാണ് ഇവിടെ സ്ഥാപിച്ചത്? അവരെ ആരാധിക്കാനായിരിക്കും എന്ന് പിശാച് അവരെ ഉത്ബോധിപ്പിച്ചു, പിശാച് അവർക്ക് തോന്നിപ്പിച്ചു. അപ്പോൾ അതാ വരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹം പറഞ്ഞു, യാ ഖൗം ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നിങ്ങൾക്ക് മറ്റൊരാരാധ്യനില്ല, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. ഇങ്ങനെ ബഹുദൈവ വിശ്വാസം എപ്പോഴെല്ലാം ഉടലെടുത്തുവോ അപ്പോഴെല്ലാം ഈ സമൂഹത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവർക്ക് ജനങ്ങളെ നന്മയിലേക്ക് നടത്തുകയും ഏകദൈവ വിശ്വാസം തൗഹീദ് അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു ഒരു മനുഷ്യൻ മാത്രമാണ്. നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ ആ വാചകം കാണാം. ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എൻ്റെ നാഥൻ, നിങ്ങളുടെ നാഥൻ ഏകനായ ആരാധ്യനാണെന്ന് വഹി നൽകപ്പെട്ട, നിങ്ങളെപ്പോലെ ഉണക്കറൊട്ടി കഴിക്കുന്ന, അലീമയുടെ ചപ്പിയ പാല് കുടിക്കുന്ന ഒരു മനുഷ്യനായ പ്രവാചകൻ മാത്രമാണ്. മനുഷ്യന്മാരായിരുന്നു അവരൊക്കെ. ഒരു മലക്ക് വന്നിട്ട് നമ്മളെങ്ങനെ നടക്കണമെന്ന് കാണിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയില്ല. ഒരു മൃഗത്തെ ഒരു അണ്ണാൻ മരത്തിൽ കയറിയിട്ട് നമ്മളോട് പറയാണ് ഇങ്ങനെ മരത്തിൽ കയറണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് മനുഷ്യരായ പ്രവാചകന്മാർ, നമ്മൾ വിചാരിച്ചാൽ ഇതുപോലെ നന്നായി നടക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാനാണ് നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരായി പ്രവാചകന്മാർ വന്നത്. നമുക്കറിയാം, ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. ഈ ഭൂമിയും ഈ പ്രപഞ്ചവും സ്വയംഭൂവായി ആണ് എന്ന വാദം ശാസ്ത്രം തന്നെ തള്ളിക്കളയുന്നുണ്ട്. എല്ലാ കാര്യത്തിന്റെ പിന്നിലും ഒരു കാരണമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ഒരു പരമാണുവിന് പോലും സ്വയം നിലവിൽ വരാൻ പറ്റില്ല എന്നാണ് സയൻസ് പറയുന്നത്. അതിസങ്കീർണമാണ് ഒരു പരമാണുവിന്റെ ഉള്ളിലുള്ള അവസ്ഥ പോലും. അപ്പോൾ ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. എങ്ങനെ? ഒരു മൊബൈൽ ഫോൺ നമ്മളുടെ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായാൽ, നമ്മളൊരു യാത്ര പോവാണ്, ഒരു മൊബൈൽ ഫോൺ നമ്മളെ കയ്യിലുണ്ടായാൽ വഴി തെറ്റിയാൽ നമുക്ക് ഇതുകൊണ്ട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഉമ്മയും മകനുമാണ് പോകുന്നതെങ്കിൽ അവർ 2 ബസ്സിലായി പോയാൽ അവർക്ക് ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാം. ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്. ഈ ഒരു ധൈര്യമെങ്കിലും, ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവുമ്പോഴുള്ള ധൈര്യമെങ്കിലും എന്നെ ഏത് പ്രതിസന്ധിയിലും രക്ഷിക്കാൻ, ഏത് സങ്കടത്തിൽ നിന്നും എന്നെ കരകയറ്റാൻ, ഏത് പ്രയാസത്തിലും എന്നെ വഴി കാണിക്കാൻ ഒരു പ്രപഞ്ചനാഥനുണ്ട് എന്നുള്ള ബോധം, എന്നുള്ള വിശ്വാസം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യത്തിന് പിന്നിലും ഒരു കാരണമുണ്ട്. ഒരു മേശ കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ആശാരിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഒരു ശില്പം കണ്ടാൽ ആ ശില്പത്തിന് പിന്നിൽ ഒരു ശില്പിയുണ്ടെന്ന് മനുഷ്യബുദ്ധി പറയുന്നു. ആകാശത്ത് കാർമേഘം കണ്ടാൽ മഴ പെയ്യുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ എല്ലാ കാര്യത്തിന് പിന്നിലും ഒരു കാരണമുണ്ടെന്ന് മനുഷ്യബുദ്ധി നമ്മളോട് പറയുന്നു. ഈ ലോകത്തിനും കാരണഭൂതനമായ ഒരു സൃഷ്ടാവുണ്ട്. അതിനാണ് പടച്ചവൻ, ക്രിയേറ്റർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതുപോലെ ഈ ലോകം അവസാനിച്ചു പോകും. എന്നാൽ ഇങ്ങനൊരു ലോകമുണ്ടെന്നും മരിച്ചാൽ മറ്റൊരു ലോകമുണ്ടെന്നും പറയുന്നത് ഒരു പക്ഷേ ചില ആളുകൾക്ക് അത്ര വ്യക്തമാവില്ല. ഗർഭത്തിലുള്ള ഒരു കുഞ്ഞ്, ഒരു മാതാവിൻ്റെ വയറ്റിലുള്ള ഒരു കുഞ്ഞിന് കണ്ണുണ്ട്, വായുണ്ട്, കാലുണ്ട്. പക്ഷേ വായ കൊണ്ടല്ല കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതെന്ന് നമുക്കറിയാം. ആ കാലുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന സംഗതിയായ നടക്കൽ അവിടെ നടക്കുന്നില്ല. ഗർഭസ്ഥ ശിശുവിൻ്റെ കണ്ണുകൊണ്ട് അത് കാണുന്നില്ല. ഈ അവയവങ്ങളൊക്കെ മറ്റൊരു ലോകത്ത് പ്രവർത്തിക്കാനുമുള്ളതാണ്. എന്നാൽ ഗർഭസ്ഥ ശിശുവിനോട് നമ്മൾ പോയിട്ട് പറയാണ്, പള്ളയിലുള്ള ഒരു കുഞ്ഞിനോട് നമ്മൾ പോയിട്ട് പറയാണ്, ഇത് കഴിഞ്ഞാൽ ഒരു 9 മാസം കഴിഞ്ഞാൽ നീ വേറെ ലോകത്തേക്ക് വരും. അവിടെ മനുഷ്യന്മാരുണ്ട്, പൂക്കളുണ്ട്, ചെടികളുണ്ട്,
ഫലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, ശബ്ദങ്ങളുണ്ട്, വാഹനമുണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആ കുഞ്ഞ് പറയുക? ഒരിക്കലുമില്ല. ഞാൻ അതിൻ്റെ ഒരു അടയാളവും കാണുന്നില്ലല്ലോ. ഇങ്ങനെയാണ് മനുഷ്യബുദ്ധി പലപ്പോഴും നമ്മുടെ പരിമിതമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യവും ലക്ഷണവും മറ്റൊരു ലോകത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന് ഇത് മനസ്സിലാവാത്തതുപോലെ ചില ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ പേർ നല്ലത് ചെയ്യുന്നു. നിങ്ങൾ വിദ്യാർത്ഥികളായ ചിലർ ഇവിടെ പള്ളിയിൽ വന്ന് ഈ ജമാഅത്തിൽ ഈ ജുമയിൽ പങ്കെടുക്കുകയും ഈ ഉത്ബോധനം കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ചില കുട്ടികൾ ഇതിൽ നിന്ന് അശ്രദ്ധരായി പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട്. അവർ ഈ ഉത്ബോധനങ്ങൾ കേൾക്കാൻ വരുന്നില്ല. ചിലരെങ്കിലും മയക്കുമരുന്നുകളും ഹാൻഡ്സ് പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക്, ഇങ്ങനെ വരാത്തവർക്ക്, നന്മ ചെയ്യാത്തവർക്ക് ഒരു ശിക്ഷ ലഭിക്കണമെന്ന് മനുഷ്യബുദ്ധി പറയുന്നു. നമ്മൾ ഈ ചെയ്യുന്ന നന്മയ്ക്കൊരു പ്രതിഫലം വേണമെന്ന് മനുഷ്യബുദ്ധി പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഈ ലോകത്ത് മതിയാതില്ല. നമ്മളെല്ലാം പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഉദാഹരണമാണ്, ഒരു മനുഷ്യനെ കൊന്നാൽ ആ മനുഷ്യനെ നമുക്ക് തിരിച്ചു കൊല്ലാം. അത് തന്നെ പലപ്പോഴും നീതിയാവുന്നില്ല. കാരണം ഒരു കുട്ടികളും വീടുമൊക്കെയുള്ള ഒരാളെ ഒരു തെരുവിലൂടെ നടക്കുന്ന ആരോരുമില്ലാത്ത ഒരാൾ കൊല്ലുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊല്ലുക ആ മനുഷ്യനെയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രയാസങ്ങളൊന്നും അയാൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതുപോലും നീതിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരാളെ 100 പേരെ കൊന്നാൽ എങ്ങനെ അയാൾക്ക് ഈ ലോകത്ത് നീതി നടപ്പാവുക? ഒരു ഉദാഹരണം, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടൊരു മനുഷ്യൻ കാണുകയാണ്. അപ്പോൾ അതിലേക്ക് ഓടിക്കയറി അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തി, എല്ലാവരെയും രക്ഷപ്പെടുത്തിയപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് രക്ഷിക്കാനായില്ല. നൂഹ് എന്നൊരു പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചു. കുവൈത്തിൽ പലരെയും അദ്ദേഹം രക്ഷപ്പെടുത്തി. പിന്നെ അദ്ദേഹത്തിനെ കാണാതെ അയാൾ വെന്ത് മരിച്ചുപോയി. അല്ലെങ്കിൽ അദ്ദേഹം വേറെ എങ്ങനെയെങ്കിലും മരിച്ചു, ഈ തീ പിടിച്ചു മരിച്ചു. അങ്ങനെയെങ്കിൽ ഈ ആളുകളെ രക്ഷിച്ചതിന് അദ്ദേഹത്തിന് ഒരു പ്രതിഫലം നൽകേണ്ടതുണ്ട്. അദ്ദേഹം മയ്യത്തായി പോയി. ഈ ലോകത്ത് പ്രതിഫലം നൽകാൻ പറ്റില്ല. മറ്റൊരു ആള്, അവൻ കള്ളനാണ്. അവൻ ഇതേപോലെ ഒരു വീട്ടിലേക്ക് കയറി, രാത്രിയാണ്, ഗൃഹനാഥൻ ഉണർന്നു, അദ്ദേഹത്തെ കൊന്നു, ഭാര്യയെ ബലാത്സംഗം ചെയ്തു, ഉപദ്രവിച്ചു, അവിടെയുള്ള സ്വത്തുക്കളൊക്കെ കവർന്നു. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഒരു കിണറ്റിൽ വീണ് മരിച്ചു. ഈ 2 എണ്ണങ്ങൾ ഒരുപോലെയല്ല എന്ന് മനുഷ്യബുദ്ധി പറയുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് നന്മയും ഒരാൾക്ക് തിന്മയും ലഭിക്കണമെന്ന് മനുഷ്യബുദ്ധി നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ലോകം വരേണ്ടതുണ്ട്. അതാണ് പരലോകം. ഒരു തീപ്പെട്ടിക്കമ്പ് പോലും, ₹1 ഒരു തീപ്പെട്ടി വാങ്ങിയാൽ എത്ര കൊള്ളി ഉണ്ടാവും അതിൽ അത് സ്ക്വയറായിട്ട് ആ കൊള്ളിയും സേഫ്റ്റി ആയിട്ടില്ല, അതിൻ്റെ മരുന്നും സ്വയംഭൂവായി സ്വയം ഈ ലോകത്ത് വരില്ല. ഒരു തീപ്പെട്ടിക്കമ്പ് പോലും ഈ ലോകത്ത് സ്വയംഭൂവാവില്ല എങ്കിൽ ഇങ്ങനെയുള്ള സകല വസ്തുക്കളും അതിനപ്പുറവുമുള്ള ഈ അണ്ടകടാഹങ്ങളകിലും പരമാണു മുതൽ ആഴി വരെ, നീലത്തിമിംഗലം മുതൽ ഏകകോശജീവി വരെ എങ്ങനെയുണ്ടാവുന്നു, എങ്ങനെ ചലിക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. ഇന്നലെ രാത്രി കോഴിക്കോട് അങ്ങാടിയിൽ നിന്നും ഒരു ബസ് ഡ്രൈവർ ഇല്ലാതെ, കണ്ടക്ടർ ഇല്ലാതെ, നിയന്ത്രിക്കാൻ ആളില്ലാതെ അത്തോളി ഹൈസ്കൂളിൻ്റെ ജംഗ്ഷനിൽ വന്ന് തിരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞാൽ, ബുദ്ധിയില്ലാത്തവൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നാണ് ആ മനുഷ്യന്, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളെ നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ അണുകിട തെറ്റാതെ, കൂട്ടിമുട്ടാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അണ്ടകടാഹങ്ങൾ ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാവുക സാധ്യമല്ല. ഒരു നിരീശ്വരവാദിയും ഒരു പണ്ഡിതനും തമ്മിലുള്ള ഒരു സംസാരമുണ്ട്. നിരീശ്വരവാദിയും പണ്ഡിതനും തമ്മിൽ സംസാരിച്ചപ്പോൾ ഇയാൾ ദൈവമില്ല എന്ന് വാദിച്ചു, ഇയാൾ ദൈവമുണ്ട് എന്ന് വാദിച്ചു. നമുക്കൊരു സംവാദം വെക്കാം. അന്ന് നമ്മൾ ഒരാൾ ദൈവമില്ല എന്ന് വാദിക്കാം, ഒരാൾ ദൈവമുണ്ട്, ആരാണ് ശരിയെന്ന് തോന്നാൽ അങ്ങനെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ആ ദിവസം ഒരുങ്ങി, സമയം ഒരുങ്ങി, കൃത്യസമയത്ത് തന്നെ നിരീശ്വരവാദി അവിടെ എത്തി. പണ്ഡിതനെ കാണുന്നില്ല. അപ്പോൾ തന്നെ നിരീശ്വരവാദി കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്നോട് സംസാരിച്ച് നിൽക്കാൻ, എൻ്റെ വാദത്തിന് മുന്നിൽ ഒന്നും പറയാതില്ലാത്ത കൊണ്ടാണ് അദ്ദേഹം വരാത്തത് എന്ന് പറഞ്ഞിരിക്കെ ആ പണ്ഡിതൻ ഓടിക്കതച്ചു വരുന്നു.
ആ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ ഒരു പുഴ കടക്കാനുണ്ടായിരുന്നു. ആ പുഴക്കാരനും തോണിയേയും ഇല്ലാതെ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നേരെ വൈകിയത്. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് മറിഞ്ഞു വീണു. എന്നിട്ട് ആരോരുമില്ലാതെ ഒരു തോണിയായി മാറി. തുഴക്കാരില്ലാതെ ആ മരം എന്നെ ഇവിടെ എത്തിച്ചു എന്ന് പറയുമ്പോൾ ഈ നിരീശ്വരവാദി കളിയാക്കുകയാണ്. വിഡ്ഢിത്തം, ബുദ്ധിയില്ലാത്തത് വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പണ്ഡിതൻ പറയുകയാണ്, ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഒരു മരത്തിൽ നിന്നൊരു തോണി പോലും വെറുതെ ഉണ്ടാവില്ലെങ്കിൽ ഈ അണ്ടകടാഹത്തിന് ഒരു നാഥൻ, നിയന്ത്രിക്കുന്നവൻ, പടച്ചവൻ ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങളുടെ ക്യാമ്പസിൽ, സ്കൂൾ കോമ്പൗണ്ടിൽ, നിങ്ങളുടെ തൊഴിലിടങ്ങളിലൊക്കെ പല ചർച്ചകൾക്കിടയ്ക്ക് ദൈവത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും സംസാരിക്കേണ്ടതുമുണ്ട്. നമ്മൾ സ്വയം ഉൾക്കൊണ്ടേണ്ടതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതുമുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.